വിവാദ ഉത്തരവിന്റെ മറവിൽ മരംമുറിയിൽ 4 റേഞ്ച് ഓഫീസർമാർക്കെതിരെ വിജിലൻസ് കേസ്. അടിമാലി, നേര്യമംഗലം, മുള്ളരിങ്ങാട്, തൊടുപുഴ റേഞ്ച് ഓഫീസർമാർക്കെതിരെയാണ് കേസ്. ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ലാൽകൃഷ്ണൻ, ഏത് തരത്തിലേക്കാണ് ഇവർ ഈ ഉത്തരവ് മറയാക്കിക്കൊണ്ട് ഈ റേഞ്ച് ഓഫീസർമാർ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നതാണ് കേസിന്റെ വിശദാംശങ്ങൾ? അനുജ, 2020 ഇത്തരത്തിൽ LA ഭൂമിയിൽ നിന്ന്, അതായത് രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടയം മേടിച്ച ഭൂമിയാണ്. ഇതിന്റെ സർവേ നടപടികളെല്ലാം പൂർത്തിയാക്കുന്ന സമയത്ത് LA ഭൂമികളിൽ നിന്ന് മരം മുറിക്കാം എന്നൊരു ഉത്തരവ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരവ് ചെറിയ സമയത്തേക്ക് മാത്രമായിരുന്നു. ഷോർട്ട് ടൈമിൽ തന്നെ ഈ ഉത്തരവ് അസാധുവാക്കുകയും ചെയ്തു. പക്ഷെ ആ അസാധുവാക്കിയ കാലയളവിനുള്ളിൽ തന്നെ പാസ് നൽകി എന്ന രീതിയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് റേഞ്ച് ഓഫീസർമാർ, ഈ 4 അടിമാലി, നേര്യമംഗലം, മുള്ളരിങ്ങാട്, തൊടുപുഴ റേഞ്ചിലുള്ള റേഞ്ച് ഓഫീസർമാർ പാസ് അനുവദിച്ചത്. പാസിന്റെ മറവിൽ വലിയ മരങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയത്. ദീർഘനാളായിട്ട് നടക്കുന്ന ഒരു അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് വിജിലൻസിന് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. രേഖകളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോഴാണ് ഉത്തരവ് നിലനിന്ന സമയത്താണ് പാസ് അനുവദിച്ചത് എന്ന രേഖകൾ ഉണ്ടാക്കിയതായി ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ മരങ്ങൾ, അതായത് വലിയ വില കൂടിയ മരങ്ങളടക്കം അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും അതിന് ഉദ്യോഗസ്ഥർ അനധികൃതമായി പാസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ വേണം എന്നുള്ളത് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇവർക്കെതിരെയുള്ള FIR രജിസ്റ്റർ ചെയ്യുക. ഏതായാലും 4 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരും കുറ്റക്കാരാണ് എന്ന രീതിയിൽ കണ്ടെത്തിയുള്ള റിപ്പോർട്ടാണ് നിലവിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിരിക്കുന്നത്. അതാണ് 2020 ഈ ഉത്തരവ് പുറത്തിറങ്ങിയത്. കുറച്ചു കാലത്തേക്ക് മാത്രമായിരുന്നു ഈ ഉത്തരവ്. ആ ഉത്തരവ് പിന്നീട് വിവാദമായതാണ്. അതിന്റെ മറവിൽ നടന്ന മരമുറികളൊക്കെയും വലിയ വിവാദമായി മാറിയതാണ്. 4 റേഞ്ച് ഓഫീസർമാർക്കെതിരെ ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നു. അടിമാലി, നേര്യമംഗലം, മുള്ളരിങ്ങാട്, തൊടുപുഴ റേഞ്ച് ഓഫീസർമാർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.